ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. നമ്മുടെ 2 സ്റ്റേറ്റ് മാരേജിൻ്റെത്. നമ്മളവിടെ അന്ന് രാവിലെ ഏർലി മോർണിംഗ് ഐ ഗെസ് അറൗണ്ട് 4-5 നമ്മളവിടെ എത്തി. പിറ്റേന്നൊരു 10-11 ആയപ്പോഴത്തേക്ക് ശ്വേത സൈഡ് ഓഫ് ദ ഫാമിലി നമ്മളുടെ ഹോട്ടൽ റൂമിലോട്ടേക്ക് വന്നിട്ട് ചെക്കൻ ഒരു റിച്വൽ, ഒരു കസ്റ്റം അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മാമ, മാമി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്ന്. ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ലേഡീസ് രണ്ടും സിന്ദൂരം മഞ്ഞളും കല്യാണം കഴിഞ്ഞവർക്കും, മഞ്ഞൾ മാത്രം കല്യാണം കഴിയാത്തവർക്കാണ്. അപ്പം ഇതൊരു വെൽക്കമിങ് ഒരു സംഭവമാണ് ലേഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നതൊക്കെ നമ്മളുടെ ഞാൻ പേഴ്സണലി myself I have never seen such custom, because നമ്മളുടെ കേരള ഹിന്ദു മാരേജ് എന്നൊക്കെ പറയുമ്പം ഇറ്റ്സ് നോട്ട് ദിസ് ലോങ്. സോ ഇവർക്ക് Day 1, Day 2, Day 3 പോലെയൊക്കെ ഉണ്ട്. സോ Day 2 ഇസ് ബേസിക്കലി നമ്മൾ പ്രത്യൂഷിനെ, ദാറ്റ്സ് മൈ കസിനെ ഒഫീഷ്യലി ഒരു ഗ്രൂമായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഒരു കസ്റ്റമാണ് അവരുടേത്. സോ നമ്മളുടെ അൽത്ത എന്നാണ് തോന്നുന്നത് അതിന് പറഞ്ഞാൽ, നമ്മൾ ഡാൻസിനൊക്കെ കളിക്കുമ്പം കൈക്കും കാലിനൊക്കെ ഒരു ചുവപ്പ് സംഭവം ഇടുമല്ലോ, അതേപോലെ തന്നെ അവൻ്റെ കൈക്കും കാലിനൊക്കെ ഇട്ടിട്ട് അവന് കുറിയൊക്കെ തൊട്ടിട്ട് ഒരു തേങ്ങയൊക്കെ കൊടുക്കും കേട്ടോ. തേങ്ങയിൽ 2 പേരുടെ പേരൊക്കെ അവരുടെ മദർ ടങ്ങിലൊക്കെ എഴുതിയിട്ട് ഒഫീഷ്യലി ഹീസ് എ ഗ്രൂം, നമ്മളെ പെണ്ണിനെ കൊണ്ടുപോകുന്ന ചെക്കൻ എന്നുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് ആണ്. പക്ഷേ ഇറ്റ്സ് ഗോട്ട് എ ലോട്ട് ഓഫ് മീനിങ്. ഞാൻ അവിടുത്തെ ആൻറ്റിമാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു സ്മോൾ ഭാഗം കേട്ടോ. സോ ഇതിന് അവരുടെ ഭാഷയിൽ എന്തോ വിളിക്കുകയൊക്കെ ചെയ്യും. ഇവന് ഈ തൊട്ട് കൊടുക്കുന്ന കുറി ഉണ്ടല്ലോ, ഇനി അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും ഈ കുറി തൊട്ടിരിക്കണം. എന്തിപ്പം നമ്മൾ ഹൽദി ആണെങ്കിലും സംഗീതാണെങ്കിലും റിസപ്ഷൻ എന്ന കല്യാണം വരെ ഈ ഒരു കുറി നമ്മൾ മസ്റ്റായിട്ട് രാവിലെ കുളിച്ച് കഴിയുമ്പം ഈ ഒരു കുറി ഇതേമാതിരി തന്നെ നമ്മൾ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ശ്വേതയുടെ വീട്ടിലോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കാൻ. ഹോട്ടൽ റൂമിൽ നിന്ന് അവളുടെ വീട് അടുത്തായിരുന്നു കേട്ടോ. സോ അന്നത്തെ ലഞ്ച് നമ്മൾ ശ്വേതയുടെ ഫാമിലിയുടെ ശ്വേതയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. സോ ദിസ് ഈസ് ഓൺ ദ വേ ടു അവർ ഹൗസ്. ഫസ്റ്റ് ടൈം ചെക്കൻ്റെ സൈഡ് ഓഫ് ദ ഫാമിലി സീയിങ് ഹർ ഹൗസ്. സോ ഇതായിരുന്നു കേട്ടോ ദ വേ ദേ ഡെക്കറേറ്റഡ് അവരുടെ വീട്ടിൻ്റെ എൻട്രൻസ്. നമ്മൾ നാട്ടിലത്തെ പോലെയൊക്കെ ഉള്ള ടൈപ്പേ അല്ല, അടുത്തടുത്ത് വീടുകളൊക്കെ ആയിട്ട് ഫുൾ അടുത്ത് ആസ്പാസ് ആൾക്കാരൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു, നല്ല സ്ഥലമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പം എൻഗേജ്മെൻറ്റ് സെറമണി ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ റെഡി ആയിട്ടും ഇതും നമ്മൾ ഓഡിറ്റോറിയം ഈ ഒരു ഏരിയനെ ചുറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൗസ് നമ്മളിൽ നിന്ന് ഹോട്ടൽ ഓഡിറ്റോറിയം ഒക്കെ അടുത്തടുത്തായിരുന്നു. അപ്പം നമ്മൾ എൻഗേജ്മെൻറ്റ് സെറമണിക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇതായിരുന്നു ഓഡിറ്റോറിയം. നമ്മളുടെ പോലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് ഡേ നമ്മൾ എത്തിയ പിറ്റേ ദിവസം മറ്റേ ചടങ്ങ് ചെക്കനെ കുറിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. രാത്രി ഇവർക്ക് എൻഗേജ്മെൻറ്റ് സെറമണി, നെക്സ്റ്റ് ഡേ ഹൽദി, പിന്നെ ദേ ഹാവ് സംഗീത്, പിന്നെ കല്യാണം. അങ്ങനെയാട്ടോ ഇവരുടെ പരിപാടി പോകുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ലാസ്റ്റ് മിനിറ്റ് ഓടാൻ തോന്നുന്നുണ്ടോ? എനിക്കിപ്പോഴും സമയമുണ്ട്. towards the engagement ceremony. ആ ബ്ലൂ സാരി ഇട്ടത് ശ്വേതാസ് എൽഡർ സിസ്റ്റർ ആണ് സുമൻ. സോ അവർ റിങ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഫുൾ നല്ല വെറൈറ്റി ഫോട്ടോഗ്രാഫി ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന സ്റ്റൈലൊന്നുമല്ല. അവർ ഫുൾ ഇങ്ങനെ മഞ്ഞ് ഉള്ളൊരു ഇതേമേൽ ആർട്ടിഫിഷ്യൽ എന്താ പറയുക മിസ്റ്റ് പോലെയൊക്കെ ആക്കിയിട്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. സോ ഒഫീഷ്യലി മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്രത്യൂഷിൻ്റെ ഒരു സ്റ്റെപ്പ് ഫർദർ പോയിക്കൊണ്ടിരിക്കാനും, പിന്നെ നമ്മൾ ആസ് ഓൾവേസ് മലയാള പാട്ടിന് നമ്മളെ മലയാളി ചെക്കൻ ആന്ധ്രക്കാരോട് ഡാൻസ് കളിച്ച് തകർക്കാനും. ഐ ഹോപ്പ് യു ഗൈസ് റിയലി ലൈക്ക് ദിസ് വീഡിയോ.